സംസം കിണറിന്റെ ഉത്പാദനമാണിത്. ഒരു അത്ഭുതമാണിത്. അതായത് ഒരു ദിവസം തന്നെ എത്ര ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് കോരിയെടുക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണെന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. ഏതൊരു അവിശ്വാസിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭൂമിയിൽ ഏറ്റവും വലിയ തെളിവാണ് ഈ സംസം എന്നുള്ള കിണർ. കാരണം എത്രമാത്രം ആൾക്കാർ, ലക്ഷോപലക്ഷം ആൾക്കാർ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു തീർത്ഥ വെള്ളമാണ് ഈ സംസം വെള്ളം. എന്നിട്ടും അത് വറ്റാതെ വരളാതെ അതേ പടിയിൽ നിൽക്കണം എന്നുള്ള ഒരു ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദൃഷ്ടാന്തം തന്നെയാണല്ലോ. സർവശക്തന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണല്ലോ. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഇതായിട്ട് ചിന്തിക്കുന്ന നിരീശ്വരവാദികളാണെന്നുള്ള ഒരു ഇതുണ്ട്. അവർക്കൊക്കെ ചിന്തിക്കാതെ അവർ ദീർഘവീക്ഷണമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ദൈവത്തിൽ വിശ്വാസം, അള്ളാഹുവിന്റെ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഈ സംസം കിണറിന്റെ ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. മുമ്പ് പാശ്ചാത്യ ഇത് അവർ പറഞ്ഞത് കടലിൽ നിന്ന് കുഴൽ, അതായത് പൈപ്പ് വെച്ചിട്ട് സൗദി ഗവൺമെന്റ് പറ്റിക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ ഒരു പരാമർശം നടന്നിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പൊ സൗദി ഗവൺമെന്റ്, സൗദി സർക്കാർ, അന്നത്തെ സൗദി സർക്കാർ സൽമാൻ രാജാവായി ആണെന്ന് തോന്നുന്നു, അവര് ആ പാശ്ചാത്യ അവരുടെ ശാസ്ത്രജ്ഞന്മാരെ വെല്ലുവിളിച്ചു. നിങ്ങൾ അങ്ങനെ തെളിയിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇത്ര പാരിതോഷികം നമ്മൾ തരാനല്ലേ. പക്ഷെ അവരെ പഠനങ്ങളൊക്കെ നടത്തി അവർ പരാജയപ്പെട്ടതാണ്. ഇത് ഇബ്രാഹിം നബിയുടെ കാലം, അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു തീർത്ഥ വെള്ളം, അത് ഇന്ന് ലോകത്ത് വറ്റാതെ വരളാതെ നിർബാധം തുടരും. ഇത് ഖിയാമത്തിനാണ്, ലോകം അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്നതാണ്. ഇവിടെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കണം, ഇപ്പൊ കിണറിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലോ. ആ ചെറിയൊരു ഇതാണ് ഇപ്പൊ കാണുന്നത്, വലിയ ആഴമൊന്നും തോന്നുന്നില്ല. പക്ഷെ അതിന്റെ ആൾമാർ അങ്ങനെ പെട്ടിപ്പൊക്കിയതെന്നല്ലാതെ കിണറിന്റെ ആഴം വളരെ ചെറുതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കോടി വെള്ളം പോലും ആ കിണറിന്റെ ആഴമില്ല എന്നതാണ്. ആ ഇതിൽ നിന്നാണ് ലക്ഷോപലക്ഷം ആൾക്കാർ കുടിക്കുന്നു, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ലീറ്റർ കണക്കിന് എത്രമാത്രം കൊണ്ടുപോകുന്നുണ്ട് ഒരു ദിവസം തന്നെ. അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ പോരെ. എന്നിട്ടും ആ നീരൊരവ വറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു അത്ഭുതം, ഭൂമിയിലെ ഏറ്റവും വലിയൊരു അത്ഭുതമല്ലേ. പിന്നെ നമുക്ക് മനസ്സിലാക്കുക, അപ്പൊ സംസം വെള്ളവും നമ്മളെ ഏറ്റവും പ്യൂറായിട്ടുള്ള വെള്ളവും നമ്മൾ കുടിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് തന്നെ നിരീശ്വരവാദികൾക്കും ഇസ്ലാം വിരോധികൾക്കും ചിന്തിച്ചാൽ മതി. അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കോൺസസ് ഉണ്ടെങ്കിൽ, അവർക്ക് റബ്ബിൽ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഈ ദൃഷ്ടാന്തം മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ കടലിലെ വെള്ളങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. ഇപ്പൊ പല കടലുകളൊക്കെ സമുദ്രങ്ങളൊക്കെ വറ്റി പറഞ്ഞ് മരുഭൂമിയായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത് ശാസ്ത്രലോകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയോ കടലുകൾ വറ്റി വരണ്ട് മരുഭൂമി പോലെ ആയി മാറി, വളർച്ചയിലേക്ക് മാറിയിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത് എത്ര ആയിരം വർഷങ്ങളായിട്ടും ഇന്നും ആ വെള്ളം നിലക്കാതെ തുടരുന്നുണ്ടെങ്കിൽ അത് അത്ഭുത വെള്ളം തന്നെയാണ്. അതിന് സർവശക്തന്റെ ശിഫ ഇതാവുന്ന, അതായത് ഔഷധ മൂല്യമുള്ള ഒരു വെള്ളമാണ്. നമ്മുടെ നിയ്യത്ത്, നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതാണെങ്കിൽ അതിനൊരു ശിഫ സർവശക്തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇതാണ് ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം, ഇതാണ് സർവശക്തന്റെ ദൃഷ്ടാന്തം. ഈ ഇടക്കിടക്കൊക്കെ നമ്മുടെ മനസ്സ് വിശ്വാസത്തിൽ നിന്ന് പകരുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. ഖുർആനിലെ ഏതൊരു കാര്യങ്ങളായാലും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പൂർണ്ണമായും സർവശക്തനുള്ള വിശ്വാസം, അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വിഷയമായി അടുത്തൊരു വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. മാത്രമല്ല, ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക.